കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ.സി. വേണുഗോപാലിന് കാർ സമ്മാനിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. താൻ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ കാറാണ് കെ.സിക്ക് രാഹുൽ ഗാന്ധി നൽകിയത്. ഈ കാറിലാണ് കെ.സി. വേണുഗോപാൽ ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ എത്തിയത്. നേരത്തെ ടൊയോട്ടയുടെ എത്തിയോസ് കാറാണ് കെ.സി. വേണുഗോപാൽ ഉപയോഗിച്ചിരുന്നത്. അതേസമയം പാർട്ടി നടത്തിയ ക്രമീകരണം മാത്രമാണിതെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ആവശ്യങ്ങൾക്കായി മാത്രമേ ഈ കാർ താൻ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് കെ.സിയുടെ നിലപാട്. ഇത് AICC തന്ന കാറാണ്. രാഹുൽ ഗാന്ധിയുടെ കാർ ഞങ്ങൾ മാറ്റി. രാഹുൽ ഉപയോഗിച്ച കാർ AICCക്ക് വിട്ടുതന്നു. അത് ഞാൻ പാർട്ടിയുടെ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. പാർട്ടിയുടെ കാറാണെന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. കെ.സി. വേണുഗോപാലും രാഹുലും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. അതേസമയം കേരളത്തിൽ നിന്നുള്ള 18 എംപിമാരാണ് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തത്. ഭൂരിഭാഗം എംപിമാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കെ സുധാകരൻ, MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ, ഷാഫി പറമ്പിൽ, അബ്ദുൾ സമദ് സമദാനി, VK ശ്രീകണ്ഠൻ, K രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, NK പ്രേമചന്ദ്രൻ എന്നിവരാണ് എംപിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. എറണാകുളം MP ഹൈബി ഈഡൻ ഹിന്ദിയിലാണ് പ്രതിജ്ഞാവാചകങ്ങൾ പറഞ്ഞത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു കോൺഗ്രസ് എംപിമാരുടെ സത്യപ്രതിജ്ഞ. ഇംഗ്ലീഷ് സത്യവാചകം ചൊല്ലിയത് ഷാഫി പറമ്പിൽ, കെ.സി. വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ, അടൂർ പ്രകാശ് എന്നിവരാണ്. അതേസമയം ബാക്കിയുള്ളവർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവെന്നാണ് പ്രതിജ്ഞയെടുത്തത്. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പീഠത്തിലേക്ക് കയറും മുൻപ് കൃഷ്ണനാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം പീഠത്തിനരികിലേക്ക് എത്തിയത്. മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. തുടർന്ന് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കൈകൂപ്പി തൊഴുതാണ് സുരേഷ് ഗോപി സീറ്റിലേക്ക് മടങ്ങിയത്. കേരളത്തിൽ നിന്ന് വിജയിച്ച ഏക BJP അംഗമാണ് സുരേഷ് ഗോപി. ടൂറിസം, പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി. വിദേശ സന്ദർശനത്തിലായതിനാൽ ശശി തരൂർ സത്യപ്രതിജ്ഞ ചെയ്തില്ല. ഈ ആഴ്ച അവസാനമാകും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുക. വയനാട് മണ്ഡലം ഒഴിഞ്ഞതിനാൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നുള്ള MP ആയിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക.